ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രേസ് കീറ്റിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് S2 മാത്തമാറ്റിക്സ് ഗ്രൂപ്പ് ബി ആൻഡ് സിയുടെ മൊഡ്യൂൾ 1ന്റെ കുറച്ച് ടോപ്പിക്സ് ആണ്. സബ്ജക്ട് കോഡ് നോക്കുക, GYMAT201 ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ പാറ്റേൺ ഞാനൊന്ന് പറഞ്ഞുതരാം. പൊതുവായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പാർട്ട് എയിൽ നമുക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 4 മൊഡ്യൂളാണ് നമുക്കുള്ളത്. ഒരു മൊഡ്യൂളിനകത്തുനിന്ന് 2 ക്വസ്റ്റ്യൻ വീതം. ഓക്കെ, അപ്പോൾ 8 ക്വസ്റ്റ്യൻ ഉണ്ട്. 8 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഒരു മൊഡ്യൂളിനകത്തുനിന്ന് 6 മാർക്ക്. ഓക്കെ, അതായത് ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ആണെങ്കിൽ അതിനകത്തുനിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ട്, 3 മാർക്ക്. അടുത്തത് മൂന്നാമത്തെ 4-മത്തെ ക്വസ്റ്റ്യൻ എത്രാമത്തെ മൊഡ്യൂളില്ല, 2-മത്തെ മൊഡ്യൂളില്ല. ഓക്കെ, ഇങ്ങനെ 8 ക്വസ്റ്റ്യൻ. ഇനി പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ പാർട്ട് ബിയിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 1 ഉണ്ടെങ്കിൽ അതിനൊരു എ പാർട്ടും കാണും, അതിനൊരു ബി പാർട്ടും കാണും. ഈ എ പാർട്ട് എന്ന് പറയുന്നത് 4 മാർക്കിന്റെ ആയിരിക്കും. ബി പാർട്ട് എന്ന് പറയുന്നത് 5 മാർക്കായിരിക്കും. അതായത് ഒരു ക്വസ്റ്റ്യൻ ഒരു സെഷൻ പാർട്ട് ബിയിൽ ഒരു സെഷന് 9 മാർക്ക്. അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഓറായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ കാണും. അത് 2 ക്വസ്റ്റ്യൻ ആയിട്ട് ഇഷ്ടമുള്ള ചെയ്യാം. ആൻസർ എനി 1 ഫുൾ ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് മൊഡ്യൂൾ. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 9 മാർക്സ്. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ 4 മാർക്കും കാണും, 5 മാർക്കും കാണും. ഓക്കെ, ഇഷ്ടമുള്ള ചെയ്യാം, 1 or 2. ഓക്കെ, പാർട്ട് ബിയിൽ ഇങ്ങനെയാണ് വരുന്നത്. 9 മാർക്കാണ്, 9 മാർക്ക്. 4 മൊഡ്യൂളിനകത്ത് 4 ക്വസ്റ്റ്യൻ ആയിട്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ്റെ AB സെഷനും കൂടെ കൂട്ടുമ്പോൾ 9 മാർക്ക്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മൊഡ്യൂൾ 1ന്റെ കുറച്ച് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഇന്നതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഞാൻ പറയുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ S1 ചലഞ്ച് കോഴ്സിൽ S2 മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ബിടെക്കിൽ ചലഞ്ച് കോഴ്സ് ഉണ്ടെന്ന് അറിയാം. ചലഞ്ച് കോഴ്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, S1 നിങ്ങൾ പഠിക്കുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് S2 മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് S2 ആ സബ്ജക്റ്റ് പഠിക്കേണ്ട. അപ്പൊ അങ്ങനെ S1 ചലഞ്ചായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് S2 മാത്തമാറ്റിക്സിന്റെ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് KTU നടത്തിയിട്ടുള്ള നിങ്ങളുടെ സിലബസ് വെച്ചിട്ട് നിങ്ങളുടെ സ്കീമിൽ KTU നടത്തിയിട്ടുള്ള S1 ചലഞ്ച് കോഴ്സിലെ S2 മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 1ൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ്? പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ പാർട്ട് എയിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് യൂണിവേഴ്സിറ്റി ചോദിക്കാറുള്ളത്, നമുക്കിപ്പോ ഒരു ഇഫ് ഇസഡ് ഈക്വൽ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നിട്ട് നമ്മൾ ഡോ ഇസഡ് ബൈ ഡോ എക്സും ഡോ ഇസഡ് ബൈ ഡോ വൈയും കാണാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, 3 മാർക്ക് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഒരു ടോട്ടൽ ഡിഫറൻഷ്യൽ കാണാനായിട്ടുള്ള ക്വസ്റ്റ്യൻ, ടോട്ടൽ ഡിഫറൻഷ്യൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് ഒരു ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്. ഈ ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, FXY FYX ഒക്കെ കാണാൻ. പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കുക. FXYയും FYXും ഈക്വൽ ആണെന്ന് കാണിക്കാനായിട്ട് അവർ ചോദിക്കാറുണ്ട്. ഓക്കെ, പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ, സ്ലോപ്പിന്റെ പ്രോബ്ലം, സ്ലോപ്പ് ഓഫ് ദ സർഫസ്. Z is equal to f of x എന്ന് പറയുന്ന ഫോമിലായിരിക്കും തരുന്നത്. എന്നിട്ട് അവർ പറയും എക്സ് ഡയറക്ഷനുള്ള സ്ലോപ്പ് കാണാം. എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ്. എന്നിട്ട് ഒരു പോയിന്റ് തരും, അറ്റ് 4,0 എന്നൊക്കെ തരും. വൈ ഡയറക്ഷനുള്ള സ്ലോപ്പോ ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെയാണ് പാർട്ട് എയിൽ 3 മാർക്ക് ചോദിക്കുന്നത്. മറ്റേ എന്താണ്, ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം കേട്ടോ. FX പ്ലസ് FY ഈസ് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യാനൊക്കെ ചോദിക്കാം. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ചെയിൻ റൂളിന്റെ എന്തെങ്കിലും ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ വരുമ്പോഴത്തേക്ക് അറിയാം നമുക്ക് ചെയിൻ റൂളിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ചെയിൻ റൂൾ
ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ചെയിൻ റൂൾ. 4 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയിൻ റൂൾ ചോദിക്കാവേ. അല്ലെ പ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യാം. പ്രൂവ് ദാറ്റ് u is equal to 1/√x² plus y² plus z². എന്നിട്ട് ഡോ സ്ക്വയർ u by ഡോ x² പ്ലസ് ഡോ സ്ക്വയർ u by ഡോ y² പ്ലസ് ഡോ സ്ക്വയർ u by ഡോ z² is equal to 0. പ്രൂവ് ചെയ്യാൻ. ഇത് 2024 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ മോഡലുകളിലൊക്കെ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ എന്താണ് ഒരു റോയും എന്താണ് w is equal to മറ്റേ x² plus y² plus z² തന്നിട്ട് x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ സൈൻ ഫൈ കോസ് തീറ്റ, y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ സൈൻ ഫൈ സൈൻ തീറ്റ, z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ കോസ് ഫൈ. എന്നിട്ട് അവർ പറയും ഫൈൻഡ് എന്താണ് ഡോ ഡബ്ല്യു ബൈ ഡോ റോ കാണാൻ പറയും. അല്ലാന്നുണ്ടെങ്കിൽ ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ കാണാൻ പറയും. അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ മോഡലിലുള്ളതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ എന്താണ് വേറൊരെണ്ണം തരണേ. ഇഫ് w is equal to √x² plus y² plus z², x is equal to cos theta, y is equal to sin theta, z is equal to tan theta. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആ വീഡിയോ നോക്കിയാൽ മതി. ഓക്കെ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഫ് z is equal to x² by a, x is equal to t², y is equal to t³, find dz by dt. ഇതും ചോദിക്കാം എക്സാമിന്. ഇതൊക്കെ വേണമെന്നുകൊണ്ട് 3 മാർക്കിന് ചോദിക്കാം കേട്ടോ. അപ്പൊ ഈ മോഡലിലുള്ളതൊക്കെ 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് റിലേറ്റീവ് എക്സ്ട്രീമ ചോദിക്കാം. റിലേറ്റീവ് എക്സ്ട്രീമ അറിയാമല്ലോ, സെക്കൻഡ് പാർഷ്യൽ ടെസ്റ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ നമുക്ക് അതിനകത്ത് പഠിക്കുന്നത് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ആണ്. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ നമുക്ക് 4 മാർക്കിന്റെ അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം കേട്ടോ. 4 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം. അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇപ്പൊ നിങ്ങളുടെ മറ്റേ ചലഞ്ച് കോഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് കാണാനുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. ചലഞ്ച് കോഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിനകത്ത് അങ്ങനെ എടുത്ത് പറയുന്നില്ല, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ട്. അത് ഞാൻ ചെയ്ത് കാണിക്കാവേ, കുഴപ്പമില്ല, നമ്മളത് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിനകത്തുള്ളത്. പിന്നെ നമുക്ക് വേറെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, എറർ അപ്രോക്സിമേഷൻ ഒക്കെ വേണേൽ ചോദിക്കാം. എറർ അപ്രോക്സിമേഷൻ ഇപ്പൊ അങ്ങനെ ഫസ്റ്റ് പരീക്ഷയിലൊന്നും ചോദിക്കുന്ന സാധ്യത വളരെ കുറവാണ്. എറർ അപ്രോക്സിമേഷൻ ഒക്കെ പാർട്ട് ബി ചോദിക്കുന്ന. പിന്നെ നമ്മുടെ ഈ റിലേറ്റീവ് എക്സ്ട്രീമയുടെ ഞാൻ പഠിപ്പിച്ചാണ് മറ്റേ എന്താണ് ഒരു ക്യൂബിന്റെ ടോപ്പ് പോർഷൻ ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്യൂബിന്റെ 32 വോളിയം എന്തോ വരുന്ന ഒരു ക്യൂബിന്റെ ഉണ്ടല്ലോ, ആ പ്രോബ്ലം നോക്കിക്കാണേ. ആ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. അത് നമുക്ക് എക്സാമിന് 4 തവണ KTU തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തു. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് പറയാം, നോട്ട് ചെയ്തോണേ. ഇത് നോക്കൂ, ക്വസ്റ്റ്യൻ ഇതാണ്. ലൊക്കേറ്റ് അല്ല, ഡിറ്റർമൈൻ ദ dimensions of a rectangular box open at the top having a volume of 32 feet cube and requiring the least amount of
മെറ്റീരിയൽ ഫോർ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോട്ട് ചെയ്ത് വെക്കണേ, ഇമ്പോർട്ടൻറ്റ്. ഇനി അതേപോലെ തന്നെ നമുക്ക് മറ്റേ മാക്സിമം മിനിമയുടെ കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ എഴുതി തരാം. ഈ ക്വസ്റ്റ്യൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേറ്റ് all relative extrema and saddle point of f of xy is equal to 3x square minus 2xy plus y square minus 8y. ഇത് 2016 2017 ഒക്കെ KTയിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതേപോലെ തന്നെ റിലേറ്റീവ് എക്സ്ട്രീമ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഫംഗ്ഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 4xy മൈനസ് എക്സ് റേസ് ടു 4 മൈനസ് വൈ റേസ് ടു 4. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് നോട്ട് ചെയ്ത് കേട്ടോ, ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു y square plus xy plus 4y plus 2x plus 3 എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോക്കേണ്ടതാണ്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. റിലേറ്റീവ് എക്സ്ട്രീമ കാണാനാണ്. മാക്സിമം മിനിമം വാല്യൂ എക്സ് ക്യൂബ് പ്ലസ് 3xy സ്ക്വയർ മൈനസ് 15x സ്ക്വയർ മൈനസ് 15y സ്ക്വയർ പ്ലസ് 72x. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. ഞാൻ ഈ ടിക്കറ്റ് ഇട്ടേക്കുന്ന 2 എണ്ണം, ഒന്നാമത്തേതും ടിക്കറ്റ് ഇട്ടേക്കുന്നു, ഫസ്റ്റ് ക്വസ്റ്റിനും ടിക്കറ്റ് ഇട്ടേക്കുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത മറ്റൊരു ക്വസ്റ്റിനും കൂടെ ഞാൻ എഴുതുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 2xy മൈനസ് എക്സ് ക്യൂബ് മൈനസ് വൈ സ്ക്വയർ ആകുമ്പോൾ റിലേറ്റീവ് സാഡിൽ പോയിന്റ്, അതായത് ലൊക്കേറ്റ് ഓൾ റിലേറ്റീവ് എക്സ്ട്രീമ ആൻഡ് സാഡിൽ പോയിന്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. അപ്പോൾ ഈ മോഡലിലുള്ള ക്വസ്റ്റ്യനൊക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത് നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇത് എളുപ്പമാണ്, ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. ഈ മോഡലുള്ളത് കൂടുതലായിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇതിൽ ആ എക്സ് ക്യൂബ് ഞാനിപ്പോൾ എഴുതിയേക്കുന്നതും നോട്ട് ചെയ്തേക്കണേ, ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇത് അതായത് യെല്ലോ ടിക്കറ്റ് ഇട്ടേക്കുന്നത്, അത് 2023 ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, 3 തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആ ലോക്കൽ അപ്രോക്സിമേഷൻ്റെ ക്വസ്റ്റ്യനും കൂടെ അങ്ങ് പറയാം, എന്നിട്ട് നമുക്ക് നമ്മുടെ ചലഞ്ച് കോഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലോക്കൽ അപ്രോക്സിമേഷന്റെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഞാൻ പോയിന്റും ഇതും മാത്രമേ പറയുന്നുള്ളേ. ലോക്കൽ അപ്രോക്സിമേഷൻ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്റ്റീവ് ആയിട്ട് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ln of xy ആകുമ്പോൾ ഉള്ളത് ചോദിക്കാം. ln of xy അറ്റ് ദ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ് 1,2 കമ്പ്യൂട്ട് എറർ അപ്രോക്സിമേഷൻ എഫ് ബൈ എൽ അറ്റ് ദ പോയിന്റ് ക്യൂ എന്ന് പറയുന്നത് 1.01 2.01 ആകുമ്പോൾ ഉള്ളത്. ഇത് 2017 മുതൽ 17 ചോദിച്ചു, 2019 ചോദിച്ചു, 2023 ചോദിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ഈ പോയിന്റും ഫംഗ്ഷനും മാത്രം എഴുതുന്നോളെ. അറിയാമല്ലോ, ഫൈൻഡ് ദ ലോക്കൽ അപ്രോക്സിമേഷൻ എൽ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് വൈ ഇസഡ് അറ്റ് ദ പോയിന്റ് പി ഈസ് ഈക്വൽ പി 1,2,3. കമ്പ്യൂട്ട് ദ എറർ അപ്രോക്സിമേഷൻ എഫ് ബൈ എൽ അറ്റ് ദ പോയിന്റ് ക്യൂ എന്ന് പറയുന്നത് 1.001 2.002 3.003. ഓക്കെ, ഈ ക്വസ്റ്റ്യനും
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. 2017 ഏപ്രിൽ, 2021 ഡിസംബർ, 2020 ഡിസംബർ, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്ത മറ്റൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് ദാറ്റ് a function f of xy is differentiable at the point 2,5 with fx of 2,5 എന്ന് പറയുന്ന 5 and f of 2,5 9. Let L of xy denote the local linear approximation of f at 2,5 if L of 2.1 4.8 is equal to 9.15. Find the value of fi at 2,5. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ fi of 2,5 കാണേണ്ടത്, അതായത് അറിയാമല്ലോ L of 2.1 4.8 is equal to f of 2,5 plus fx of 2,5 into delta x അറിയാമല്ലോ, x minus x naught അറിയാമല്ലോ. ഓക്കെ, x minus x naught എന്താണ് ഇവിടെ? x naught 2 ആണ്. 2 x എന്താണ്? 2.1. അപ്പോൾ 2.1 minus 2.1 minus 2 0.01 വരും. ഇൻറ്റു 0.01 അല്ല 0.1. 0.1 പ്ലസ് fi of 2,5 ഇൻറ്റു ഇതെന്താ 4.8 നിന്നും 5 കുറയ്ക്കുന്നു. അപ്പം മൈനസ് 0.02. ഓക്കെ, സോ മൈനസ് 0.02 അല്ല, മൈനസ് 0.2 ഇതിന് നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. ഇവിടെ വാല്യൂസ് ഒക്കെ അവർ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? ഇത് കണ്ടുപിടിക്കണം. ഇതൊക്കെ തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണ്ടേ? fx തന്നിട്ടുണ്ട് 5, f of 2,5 തന്നിട്ടുണ്ട് 9. അപ്പോൾ ഇവിടെ 9 കൊടുക്കുന്നു. 9 പ്ലസ് fi-യുടെ വാല്യൂ എന്താണ്? fi-യുടെ ആണല്ലോ കണ്ടുപിടിക്കുക. fx-ന്റെ എന്താണ്? 5 ഇൻറ്റു 0.1 പ്ലസ് fi of 2,5 ഇൻറ്റു മൈനസ് 0.2. ഇവിടെ ഇത് തന്നിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിലുള്ളത് തന്നിട്ടുണ്ട്. L of x എഴുതേണ്ട 9.15. സോൾവ് ചെയ്താൽ മതിയേ. സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഈ മോഡലിലുള്ള എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പോയിന്റ്, ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ approximation L of f of x y z is equal to x plus y a divided by y plus z at the point -1 ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഈ മോഡലുള്ള നമ്മൾ നേരത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു എഫ് ഓഫ് എക്സ് വൈയുടേത് എക്സ് സ്ക്വയർ വൈയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. L of x y minus 4x plus 4y plus 11. അതും കൂടെ ചെയ്ത് നോക്കിയേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതലായിട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ ഇതിനകത്ത് ലോക്കൽ അപ്രോക്സിമേഷൻ ഒരു ലോഗ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതും കൂടെ ഞാൻ നോട്ട് എഴുതി തരാം. നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കോ. ലോക്കൽ അപ്രോക്സിമേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ approximation L of f of x y z is equal to log of x plus y z at the point
പി ഓഫ് 2 1 ആണ്. 2 1 മൈനസ് 1 2 1 മൈനസ് 1 compute error in approximating f by L 2.02 0.97 minus 1.01 with the distance between the points 2 1 minus 1 and 2.02 0.97 minus 1.01. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മൾ മറ്റേ ലോക്കൽ ലൈൻ അപ്രോക്സിമേഷൻ സെക്കൻഡ് പാർഷ്യൽ ടെസ്റ്റിന്റെ പ്രോബ്ലംസ്. ബാക്കിയൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ എഴുതി പഠിക്കുക കേട്ടോ. പിന്നെ ചെയിൻ റൂളിന്റെ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ മോഡലിലുള്ളതൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളതും. അങ്ങനെയുള്ളത് കൂടുതലായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചലഞ്ച് കോഴ്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയോ. ക്വസ്റ്റ്യൻ നമ്പർ 1 പാർട്ട് എയിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാണ്. If z is equal to x raised to 4 sin of x by cube, find dou z by dou x and dou z by dou y. 2024 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ 24 അല്ലായിരുന്നു, ആണ് 24 ഡിസംബർ. ഇത് ഏത് സ്കീമാണ്? ഇത് നിങ്ങളുടെ സ്കീമിലെ ക്വസ്റ്റ്യൻ ആണ്, 2024 സ്കീം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സ്കീമിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൊല്യൂഷൻ ഡോ ഇസഡ് ബൈ ഡോ എക്സും ഡോ ഇസഡ് ബൈ ഡോ വൈ കാണാം. ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്താ വരുന്നത്? ഇസഡ് എക്സ് റേസ് ടു 4 സൈൻ ഓഫ് എക്സ് ബൈ ക്യൂബ് അല്ലേ. അപ്പൊ ഇവിടെ നോക്കാം, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആദ്യം ഒരു എക്സിന്റെ ടൈം ഉണ്ട്, പിന്നെ സൈനകത്ത് ഒരു എക്സ് ഉണ്ട്. അപ്പൊ പ്രോഡക്റ്റ് റൂൾ അല്ലേ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, സൈൻ ഓഫ് എക്സ് ബൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ, കോസ് ഓഫ് എക്സ് ബൈ ക്യൂബ് ഇൻറ്റു, ഇനി എക്സ് ബൈ ക്യൂബിന് കോസിനകത്തൊരു അല്ലെ, ഇവിടെ നോക്കി സൈൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുത്തു. ഇനി സൈനകത്ത് എന്തുണ്ട്, ഒരു എക്സിന്റെ ടൈമില്ലേ, എക്സ് ബൈ ക്യൂബ് ഇല്ല. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പൊ എക്സ് ബൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ, ബൈ ക്യൂബ് കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ്, ഇനി സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്, അതായത് എക്സ് റേസ് ടു 4ന്റെ ഡെറിവേറ്റീവ് എന്താ, 4x ക്യൂബ്. അപ്പൊ എന്ത് കിട്ടുന്ന ആൻസർ, എക്സ് റേസ് ടു 4 വൈ ക്യൂബ് കോസ് ഓഫ് എക്സ് വൈ ക്യൂബ് പ്ലസ് 4x ക്യൂബ് സൈൻ ഓഫ് എക്സ് വൈ ക്യൂബ് എന്ന് കിട്ടും. ഇതാണ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഡോ ഇസഡ് ബൈ ഡോ വൈ ഒന്ന് കണ്ടുപിടിക്കാം. ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വൈയുടെ ടൈം എവിടെയൊക്കെ ഉണ്ട്, വൈയുടെ ടൈം ഈ സൈൻ അകത്ത് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ എക്സ് റേസ് ടു 4 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ്. അപ്പോൾ എക്സ് റേസ് ടു 4 ഇൻറ്റു സൈൻ്റെ ഡെറിവേറ്റീവും വേണം, സൈൻ അകത്തുള്ള വൈയുടെ ഡെറിവേറ്റീവും വേണം. അപ്പോൾ എക്സ് റേസ് ടു 4 ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ ക്യൂബ് ഇൻറ്റു എക്സ് വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ, എക്സ് കോൺസ്റ്റന്റ് ആണ്, എക്സ് ഇൻറ്റു വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ, 3y² ഫിസിക്കലി എന്ത് കിട്ടുന്നു, എക്സ് റേസ് ടു 5 3x റേസ് ടു 5 y² ഇൻറ്റു കോസ് ഓഫ് എക്സ് വൈ ക്യൂബ് എന്ന് കിട്ടുന്നു. ഓക്കെ, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്ക് ചോദിച്ചാണ്. ഫൈൻഡ് ദ ഹയർ ഓർഡർ partial derivatives fxy and fyx if f of xy is equal to ln of x square plus y square. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, 2024 സ്കീം, ഡിസംബർ 2024. ഓക്കെ, സൊല്യൂഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ എന്താ, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ln ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, എഫ് എക്സ് വൈയും എഫ് വൈ എക്സും കാണുക. എഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ,
ആദ്യം എഫ് എക്സ് കാണണം. എഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യം നമ്മൾ എഫ് എക്സ് കാണും. എഫ് എക്സ് കിട്ടുന്ന ഉത്തരത്തെ നമ്മൾ വിത്ത് റെസ്പെക്ട് വൈയിൽ പാർഷ്യൽ ഡിഫറൻസ് ചെയ്യുമ്പോൾ എഫ് എക്സ് വൈ കിട്ടും. എഫ് വൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യം നമ്മൾ എഫ് വൈ കാണുന്നു. എഫ് വൈനെ പിന്നെ ഈ കിട്ടുന്ന ഉത്തരത്തിന് നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ എഫ് വൈ എക്സ് കിട്ടും. ആദ്യം നമുക്ക് എഫ് എക്സ് കാണാം. എഫ് എന്താ? എൽ എൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? അപ്പൊ എൽ എന്നിന്റെ ആദ്യം ഡെറിവേറ്റീവ് വേണം വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ. അതെന്താ പറഞ്ഞേ? എന്ത് വരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് വേണം? ഇനി എൽ എന്നിന്റെ അകത്ത് എക്സിന്റെ ടൈം ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനകത്ത് എക്സിന്റെ ടൈമില്ല എക്സ് സ്ക്വയർ. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x. നമുക്ക് കിട്ടിയ എന്താ ആൻസർ? 2x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഈ കിട്ടിയ എഫ് എക്സിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് വൈയിൽ ചെയ്യുമ്പോൾ എഫ് എക്സ് വൈ കിട്ടുന്നു. അപ്പൊ ഇതിനെ ഈ വട്ടം ഇട്ടേക്കുന്നതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ചെയ്യുന്നത്. അപ്പൊ 2x ന്യൂമറേറ്റർ 2x കോൺസ്റ്റന്റ് ആണ്, അത് വെളിയിലിട്ടു. ഇൻറ്റു 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. 1 ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് എന്താ? -1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ വരുന്നത്. ഇൻറ്റു ഇനി ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനകത്ത് വിത്ത് റെസ്പെക്ട് വൈയുടെ ടൈം ഇല്ലേ? വൈ സ്ക്വയർ ഇല്ല. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്താ? 2y കിട്ടുന്നു. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? -4xy ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? ഓക്കെ. ഈ സംഭവം എങ്ങനെയാ? മനസ്സിലായോ? ഇതേ സൈലാരെ ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം. നോക്കൂ, നമുക്ക് കിട്ടിയ എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് കിട്ടിയത്. നമുക്ക് ഇനി വേണ്ടത് എഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് വൈയിൽ ചെയ്യുക. അതായത് ഡോ വൈ ഓഫ് ഈ ഉത്തരം. അപ്പൊ നമുക്ക് ഈ 2x എടുത്ത് വെളിയിൽ കിട്ടും. ഡോ വൈ ഓഫ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആ കാണണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എങ്ങനെ ചെയ്യുന്നത്? ഇതിനെ നമ്മൾ ന്യൂമറലിലോട്ട് ഉണ്ട് അല്ലേ? അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ റേസ്റ്റ് -1 ആകത്തില്ല. അപ്പൊ 2x ഇൻറ്റു ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ റേസ്റ്റ് -1 എന്നായി മാറി. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്താണ്? എൻ എക്സ് റേസ് ടു n -1 അല്ലേ? ഇവിടെ എന്നിന്റെ വാല്യൂ എന്താ? -1 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അപ്പൊ നമുക്ക് 2x ഇൻറ്റു എന്ത് എഴുതാം? -1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ റേസ് ടു n -1. n എന്താ? -1 അല്ലേ? ഓക്കെ അല്ലേ? ഇൻറ്റു നമുക്ക് എന്തുണ്ട്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനകത്ത് ഒരു വിത്ത് റെസ്പെക്ട് വൈയിൽ ഒരു ടൈമില്ല. അപ്പോൾ 2y കൂടെ വരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? 2x മൈനസ് എടുത്ത് വെളിയിട്ടെ. -2x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ റേസ്റ്റ് -2y ഇൻറ്റു 2y. ഇവിടെ ഈ അണ്ടർലൈൻ ചെയ്തേക്കുന്നതിനെ നമ്മൾ താഴോട്ട് റേസ്റ്റ് പവർ -2 അല്ല. അപ്പൊ അത് താഴോട്ട് വരുമ്പോൾ എന്താവുന്നു? ഇവിടെ മുകളിൽ അപ്പൊ എന്തുണ്ട്? -2x കൊണ്ട് ഒരു 2y ഉണ്ട്. അപ്പൊ -4xy ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ റേസ്റ്റ് 2 ആയി മാറും. ഇതാണ് സംഭവം. ഇതാണ് ഞാൻ ഇവിടെ എഴുതി കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, ദേ നോക്കൂ, ഇപ്പൊ എഫ് എക്സ് വൈ കിട്ടിയായിരുന്നു. ഇനിയിപ്പോ നമുക്ക് എഫ് വൈ കാണുന്നു. എഫ് വൈ എന്താണ്? എഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലോഗിന്റെ ആദ്യം ഡെറിവേറ്റീവ് ഇൻറ്റു വിത്ത് റെസ്പെക്ട് വൈയുടെ ഡെറിവേറ്റീവ് 2y. അപ്പൊ 2y ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇനി ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ 2y കോൺസ്റ്റന്റ് ആണ്. 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? -1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ റേസ് ടു 2 ആണ് വരുന്നത്. ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? -4xy ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് പാർട്ട് എയിലെ 3 മാർക്കിന് 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ. ഇനി പാർട്ട് ബിയിലേക്ക് പോകാം. പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിന്റെ എ സെക്ഷൻ ആണ്. ലെറ്റ് w is equal to x square plus yz where x is equal to ta, y is equal to t cube and z is equal to e raised to ta. Find dw by dt using chain rule. ഇത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്ക് ക്വസ്റ്റ്യൻ 2024 ചെയ്യാം. ചെയിൻ റൂളാ. അപ്പൊ ഇവിടെ ഡബ്ല്യുവിനകത്ത് എന്തുണ്ട്? ഡബ്ല്യുവിനകത്ത് നമ്മളിപ്പോ എക്സിന്റെ ടൈമും വൈയുടെ ടൈമും ഇസഡിന്റെ ടൈമും ഉണ്ട്.
എക്സിനകത്ത് എന്തുണ്ട്? ടി ഉണ്ട്. വൈക്കകത്ത് എന്തുണ്ട്? ടി ഉണ്ട്. ഇസഡിനകത്ത് എന്തുണ്ട്? ടി ഉണ്ട്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? ഡി ഡബ്ല്യു ബൈ ഡി ടി ആ വേണ്ടത് അല്ലേ? ഡി ഡബ്ല്യു ബൈ ഡി ടി. ഇവിടെ എന്താ ഡോ ഡബ്ല്യു ബൈ ഡോ ടി ആകാഞ്ഞത്? അത് എക്സിനകത്ത് ടി മാത്രമേ ഉള്ളൂ. ഇപ്പൊ എക്സിന്റെ അകത്ത് ഒരു ടിയുടെ കൂടെ എസും കൂടെ ഉണ്ടായിരുന്ന ഡോ ഡബ്ല്യു ബൈ ഡോ ടി ആയാണ് കേട്ടോ. അതൊക്കെ അറിയാമല്ലോ, ചെയിൻ റൂളിന്റെ നമ്മൾ പറയുന്നതാണ്. ഓക്കെ, ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. ചെയിൻ ഇങ്ങനെയാണ് വരുന്നത്, നമുക്ക് ചെയ്യാം. ഇപ്പൊ ഡി ഡബ്ല്യു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരുന്നു? ആദ്യം ഡബ്ല്യൂയിൽ നിന്ന് താഴേക്ക് നോക്കുന്നു. ഡബ്ല്യൂയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. ഈ മൂന്നിനകത്തും ടിയുടെ ടൈം ഉണ്ട് അല്ലേ? അപ്പൊ ആദ്യത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യൂയിൽ നിന്നും എക്സിലേക്ക് എത്തുന്നു, എക്സിൽ നിന്ന് ടിയിലേക്ക് എത്തുന്നുള്ള വഴിയാണ്. അപ്പോൾ ഡബ്ല്യൂയിൽ നിന്നും എക്സിലേക്ക് നോക്കുമ്പോൾ ഡബ്ല്യൂവിന്റെ താഴെ 3 ടേമുകൾ ഉള്ളത് കൊണ്ട് അവിടെ പാർഷ്യൽ ആണ് വരുന്നത്. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് വന്നു ഇൻറ്റു. ഇനി എക്സിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നോർമൽ ഡിഫറൻസിയേഷൻ ഡി എക്സ് ബൈ ഡി ടി വന്നു പ്ലസ്. അടുത്തതോ ഡബ്ല്യൂയിൽ നിന്ന് വൈയിലേക്ക് വരുന്നു. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ആണ് ഇൻറ്റു വൈയിൽ നിന്ന് ടിയിലേക്ക് ഡി വൈ ബൈ ഡി ടി പ്ലസ്. അടുത്ത ഡബ്ല്യൂയിൽ നിന്നും ഇസഡിലേക്ക്, ഇസഡിൽ നിന്ന് ടിയിലേക്ക് ഡി ഇസഡ് ബൈ ഡി ടി. ഓക്കെ അല്ലേടാ? ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് അല്ലേ? ഡബ്ല്യു എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇസഡാ. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇസഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 2x കിട്ടുന്നു. 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്താണ്? എക്സ് ടി അല്ലേ? ഇപ്പൊ എക്സിന് വിത്ത് റെസ്പെക്ട് ടി ചെയ്ത് കഴിഞ്ഞാൽ 1 അല്ലേ കിട്ടുന്നത്? അപ്പോൾ 1 പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്താണ്? ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. ഡോ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി, ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇസഡ് അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇസഡ് തേണ്ട എഴുതിയേക്കുന്നു. എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇസഡ് അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 0 ആണ്. പ്ലസ് വൈ ഇസഡ്, അപ്പോൾ ഇസഡ് കിട്ടുന്നു. വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ ഇസഡ് ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. വൈ എന്താ? ടി ക്യൂബ് അല്ലേ? അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എന്താ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ 3t² ആണ് പ്ലസ്. അടുത്ത ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് അല്ലേ? ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു ഇസഡിൽ ചെയ്യുന്നു. ഡബ്ല്യു എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇസഡ് അല്ലേ? വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. 0 പ്ലസ് വൈ കോൺസ്റ്റന്റ് ആണ്, അത് വെളിയിലിട്ടു. ഇസഡിന്റെ ഡെറിവേറ്റീവ് 1. ഇപ്പൊ വൈ വന്നു അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഡി ഇസഡ് ബൈ ഡി ടി ആ. ഇസഡ് എന്താ? ഇ റൈസ് ടു ടി അല്ലേ? അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്താ? ഇ റൈസ് ടു ടി ആണല്ലേ? ഓക്കെ, കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്കിപ്പോ കിട്ടിയേക്കുന്ന 2x പ്ലസ് ഇസഡ് 3t² പ്ലസ് വൈ ഇ റൈസ് ടു ടി. ആൻസർ ഇല്ല. ഇനി നമുക്ക് എക്സും വൈയും ഇസഡും ഒക്കെ അറിയാം. എക്സ് എന്തായിരുന്നു? എക്സ് എന്താ? ക്വസ്റ്റ്യൻ നോക്ക്. എക്സ് ഇസിക്കൽ ടി അല്ല, അപ്പൊ എക്സ് ഉള്ളത് ടി കൊടുക്കും. പ്ലസ് ഇസഡ് എന്തായിരുന്നു? ഇസഡ് ഇ റൈസ് ടു ടി ആ. അപ്പൊ ഇ റൈസ് ടു ടി ഇൻറ്റു 3t². വൈ എന്തായിരുന്നു? ടി ക്യൂബ്. ടി ക്യൂബ് ഇൻറ്റു ഇ റൈസ് ടു ടി വിച്ച് ഇസിക്കൽ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ കണ്ടോ, 2 ടൈമിൽ ഇ റൈസ് ടു ടി ഉണ്ട്. അപ്പോൾ 2t പ്ലസ് ഇ റൈസ് ടു ടി രണ്ടാമത്തെ ടൈമിലെ മൂന്നാമത്തെ ടൈമിലെ കോമൺ എടുത്ത് വെളിയിട്ടാൽ ഇ റൈസ് ടു ടി ഇൻറ്റു 3t² പ്ലസ് ടി ക്യൂബ് എന്ന് കിട്ടുന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. വളരെ എളുപ്പമായിരുന്നു. 4 മാർക്ക് പാർട്ട് ബി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്തത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ലൊക്കേറ്റ് ഓൾ റിലേറ്റീവ് മാക്സിമ, റിലേറ്റീവ് മിനിമ. ക്വസ്റ്റ്യൻ എഴുതിക്കോ. അതിന്റെ കൂടെ തന്നെയുള്ള കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ലൊക്കേറ്റ് ഓൾ റിലേറ്റീവ് മാക്സിമ, റിലേറ്റീവ് മിനിമ ആൻഡ് saddle points if any of the function f of xy is equal to x raised to 4 plus y raised to 4 minus 4xy plus 1. ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നേ. നോക്കാം എങ്ങനെ ചെയ്യുന്നത്. സൊല്യൂഷൻ സെക്കൻഡ് പാർഷ്യൽ ടെസ്റ്റ് അറിയാമല്ലോ. ഡി ഇസ് ഈക്വൽ ടു എന്താ? എഫ് എക്സ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എഫ് വൈ വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് എഫ് എക്സ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ടിന്റെ സ്ക്വയർ ആണ്. ഇനി ഓരോ കണ്ടീഷൻ ഉണ്ട്. എന്തൊക്കെയാണ് അതിന്റെ കണ്ടീഷൻ? ഡി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0യും എഫ് എക്സ് എക്സ് എന്ന് പറയുന്നത്, നോക്കൂ, ഡി എന്ന് പറയുന്ന ഫസ്റ്റ് കണ്ടീഷൻ ആണ്.
ഡി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോയും എഫ് എക്സ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോയും ആയാൽ എഫ് എന്ന് പറയുന്നത് എന്താകുന്നു? എഫ് ഹാസ് റിലേറ്റീവ് മിനിമം അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയാം. ഇനി ഇതിന്റെ രണ്ടാമത്തെ കേസ് എന്താണ്? ഡി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോയും എഫ് എക്സ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ സീറോ ആയാൽ എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഹാസ് റിലേറ്റീവ് മാക്സിമം അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയാം. ഇനി മൂന്നാമത്തെ കേസ് എന്താണ്? ഇതിപ്പോ ഡി ഗ്രേറ്റർ ദാൻ അല്ലേ പറഞ്ഞത്. ഇപ്പൊ മൂന്നാമത്തെ കേസ് എന്താണ്? ഇഫ് ഡി ലെസ് ദാൻ സീറോ വന്നു കഴിഞ്ഞാൽ എഫ് എന്ന് പറയുന്നത് എന്താ? എഫ് ഹാസ് എ സാഡിൽ പോയിന്റ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. ഇനി ഡി സീറോ ആയാൽ നോ കൺക്ലൂഷൻ, ടെസ്റ്റ് ഫെയിൽ. നാലാമത്തെ കേസ് ഇഫ് ഡി ഈസ് ഈക്വൽ ടു സീറോ, ടെസ്റ്റ് ഫെയിൽ, നോ കൺക്ലൂഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടീഷൻസ്. അപ്പൊ ഈ കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ചെയ്യാം. ഞാൻ താഴെ എഴുതുവാണേ. അപ്പൊ എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ക്വസ്റ്റിനകത്ത് തന്നേക്കുന്നത് എന്താ? എക്സ് റൈസ് ടു 4a പ്ലസ് വൈ റൈസ് ടു 4a മൈനസ് 4xy പ്ലസ് 1. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എഫ് എക്സ് കണ്ടുപിടിക്കണം, എഫ് ഐ കണ്ടുപിടിക്കണം. ഓക്കെ, എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4x³ മൈനസ് 4y. എഫ് വൈ എന്താ കിട്ടുന്നത്? അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സിലും വിത്ത് റെസ്പെക്ട് ടു വൈയിലും ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് കിട്ടുന്നു? എഫ് ഐ എന്താ കിട്ടുന്നേ? 4y³ മൈനസ് 4x എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കണേ. എക്സ് നോട്ട് വൈ നോട്ട്, ഈ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എഫ് എക്സിനെ 0 ആയി ടിക്കറ്റ് ചെയ്യണം, എഫ് വൈനെ 0 ആയി ടിക്കറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ് വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നു. നോക്കാം. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എഫ് എക്സ് കാണുന്നു, എഫ് ഐ കാണുന്നു, 0 ആയി ടിക്കറ്റ് ചെയ്യുന്നു, എന്നിട്ട് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ചെയ്യുന്നു. എഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? 4x³ മൈനസ് 4y ഈസ് ഈക്വൽ ടു 0. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ടും എഫ് ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4y³ മൈനസ് 4x ഈസ് ഈക്വൽ ടു 0. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ടും എടുത്താൽ ഇക്വേഷൻ നമ്പർ 1 ഒന്ന് സോൾവ് ചെയ്തേ. 4x³ ഈസ് ഈക്വൽ ടു 4y. ഈ 4 വെട്ടി പോകുമ്പോൾ നമുക്ക് y ഈസ് ഈക്വൽ ടു നമുക്ക് x³ എന്ന് കിട്ടുന്നു. ഓക്കെ അല്ലേ? y ഈസ് ഈക്വൽ ടു x³. ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് കിട്ടുന്നു. ഈ 3 കൊണ്ട് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ നമ്പർ 3 in 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? ഇക്വേഷൻ നമ്പർ 2 എന്തായി മാറുന്നു? 4y³ അല്ലേ? വൈയുടെ അവിടെ x³ കൊടുക്കുന്നു. അപ്പൊ x³ ഹോൾ ക്യൂബ് മൈനസ് 4x ഇസ് ഈക്വൽ ടു 0. അതായത് 4x⁹9 മൈനസ് 4x ഇസ് ഈക്വൽ ടു 0. നമുക്ക് കോമൺ ആയിട്ട് ഒരു 4x എടുത്ത് വെളിയിലിട്ടാൽ എന്ത് കിട്ടുന്നു? 4x എടുത്ത് വെളിയിലിട്ടാൽ x⁸8 മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? നമുക്ക് ഒരു ഇക്വേഷൻ 4x ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു, ഒരെണ്ണം x⁸8 മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു എക്സിന്റെ വാല്യൂ എന്ത് കിട്ടുന്നു? x ഇസ് ഈക്വൽ ടു 0 കിട്ടുന്നു. ഇത് സോൾവ് ചെയ്യുമ്പോൾ x⁸8 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നു. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടുന്നു? +or-1 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂസ് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? 0 കിട്ടി, 1 കിട്ടി, -1 കിട്ടി. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y കോർഡിനേറ്റ് വേണമല്ലോ. നമ്മുടെ ഇക്വേഷൻ എന്താ? y ഈസ് ഈക്വൽ ടു x³ എന്നല്ല നമ്മൾ എടുത്തേക്കുന്ന ഇക്വേഷൻ നമ്പർ 3. അപ്പൊ അതിനകത്ത് കൊടുക്കുന്നു. അപ്പൊ എക്സിന്റെ വാല്യൂ x 0 ആകുമ്പോൾ y എന്താകുന്നു? y 0 ആകുന്നു. അപ്പൊ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ത് കിട്ടുന്നു? കോർഡിനേറ്റ് 0,0 കിട്ടുന്നു. ഓക്കെ, ഇനി x 1 ആകുമ്പോൾ നമ്മുടെ y എന്ത് കിട്ടുന്നു? x 1 എവിടുന്നാ കിട്ടുന്നത്? x1 y എന്ത് കിട്ടുന്നു? അപ്പോൾ അതും 1 ആണ്. x³ അല്ലേ? 1ന്റെ ക്യൂബ് എന്താ? 1 അല്ലേ? അപ്പൊ അതിന്റെ കോർഡിനേറ്റ് കിട്ടുന്നു 1,1 എന്ന് കിട്ടുന്നു. ഇനി x -1 ആകുമ്പോൾ y എന്ത് കിട്ടുന്നു? -1ന്റെ ക്യൂബാണ്. -1ന്റെ ക്യൂബ് എന്താ? -1. അപ്പൊ അതിന്റെ കോർഡിനേറ്റ് എന്ത് കിട്ടുന്നു? -1 -1 എന്ന് കിട്ടുന്നു. ഓക്കെ, -1 -1. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആർ നമുക്ക് എന്ത് കിട്ടുന്നു? ക്രിട്ടിക്കൽ പോയിന്റ്സ് ആർ 0,0, 1,1, -1, -1. ഇനി ഓരോ ക്രിട്ടിക്കൽ പോയിന്റിലെ നമ്മൾ ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
at 0,0, at 1,1, at -1, 1, -1, -1. ഓക്കെ, ഡിയുടെ ഫോർമുല ഞാൻ ഇവിടെ ഒന്ന് എഴുതുവാണ്. ഡി ഈസ് ഈക്വൽ ടു എഫ് എക്സ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എഫ് വൈ വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് എഫ് എക്സ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ദ ഹോൾ സ്ക്വയർ. നമ്മൾ എഫ് എക്സ് എക്സും എഫ് വൈ വൈയും എഫ് എക്സ് വൈ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. എഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x³ മൈനസ് 4y-യും എഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4y³ മൈനസ് 4x ആണ്. ഇനി നമുക്കതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം അല്ലേ. എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? ഈ എഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് എക്സിൽ ഒന്നുകൂടെ അപ്പോൾ 4 ഇൻറ്റു x³ ഡെറിവേറ്റീവ് എന്താ 3x², അപ്പോൾ 12x² എന്ന് കിട്ടുന്നു. എഫ് വൈ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? 12y² എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് വേണ്ടത് എഫ് എക്സ് വൈ ആ. എഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് വൈയിൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? -4 എന്ന് കിട്ടുന്നു. ഇപ്പൊ എല്ലാ സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ക്രിട്ടിക്കൽ പോയിന്റ് അറ്റ് 0,0 അറ്റ് 0,0 ഡിയുടെ ഫോർമുല എന്താ? എഫ് എക്സ് എക്സ് ഓഫ് 0,0 ഇൻറ്റു എഫ് വൈ വൈ ഓഫ് 0,0 മൈനസ് എഫ് എക്സ് വൈ ഓഫ് 0,0 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, എഫ് എക്സ് എക്സ് എന്താണ്? 12x² അല്ലേ. അപ്പൊ എഫ് എക്സ് എക്സ് ഓഫ് 0,0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 12x². എക്സിന് അവിടെ 0 കൊടുക്കും, അപ്പൊ 0 അല്ലേ കിട്ടുന്നത്. എഫ് വൈ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 12y² അല്ലേ. അപ്പൊ എഫ് വൈ വൈ ഓഫ് 0,0 എന്താ? വൈയുടെ അവിടെ 0 കൊടുക്കും, 0 അല്ലേ കിട്ടുന്നത്. എഫ് എക്സ് വൈ എന്താ? -4 അല്ലേ. അപ്പൊ നമ്മൾ കൊടുക്കുന്നു ഇത് 0, ഇത് ഇൻറ്റു 0 മൈനസ് ഇതെന്താ? -4 സ്ക്വയർ ആ വരുന്നത്. വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടുന്നു? -16 എന്നാണ് കിട്ടുന്നത് അല്ലേ. അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? ഡി എന്ന് പറയുന്നത് <0 ആണ് കിട്ടിയേക്കുന്നത്. ഡി <0. അപ്പൊ എന്താ ഞാൻ പഠിപ്പിച്ചേക്കുന്നത്? ഡി <0 ആകുമ്പോൾ കേസ് 3 എഫ് ഹാസ് സാഡിൽ പോയിന്റ്. അപ്പൊ എഴുതാം എഫ് ഹാസ് സാഡിൽ പോയിന്റ് അറ്റ് 0,0. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത പോയിന്റ്, അടുത്തത് അറ്റ് 1,1 കാണാം. അറ്റ് 1,1. അപ്പൊ എഫ് എക്സ് എക്സ് ഓഫ് 1,1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12x² ആയിരുന്നു. അപ്പൊ എക്സിന്റെ അവിടെ 1 എടുക്കുമ്പോൾ 12 കിട്ടുന്നു. എഫ് വൈ വൈ ഓഫ് 1,1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എഫ് വൈ വൈ എന്തായിരുന്നു? 12y². അപ്പോൾ വൈയുടെ അവിടെ 1 കൊടുക്കുമ്പോൾ 12 എന്ന് കിട്ടുന്നു. എഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4. ഇനി നമ്മുടെ ആ ഡിയുടെ ഇക്വേഷനകത്തോട്ട് ഇതെല്ലാം കൊടുത്താൽ മതി. ഡിയുടെ ഫോർമുല എന്തായിരുന്നു? എഫ് എക്സ് എക്സ് ഓഫ് 1,1 ഇൻറ്റു എഫ് വൈ വൈ ഓഫ് 1,1 മൈനസ് എഫ് എക്സ് വൈ ഓഫ് 1,1 ദ ഹോൾ സ്ക്വയർ. ഇതെന്ത് കിട്ടുന്നു? 12 ഇൻറ്റു 12 മൈനസ് -4 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ എന്ത് കിട്ടുന്നു? 144 മൈനസ് 16 വിച്ച് ഇസ് ഈക്വൽ എന്ത് കിട്ടുന്നു? 128. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗ്രേറ്റർ ദാൻ 0 അല്ലേ. അല്ലേ, ഡി ഗ്രേറ്റർ ദാൻ 0. ഡി ഗ്രേറ്റർ ദാൻ 0യും എഫ് എക്സ് എക്സ് എന്ന് പറയുന്നത് എന്താ? 12, അതും ഗ്രേറ്റർ ദാൻ 0 ആ. ഇപ്പൊ ഡി ഗ്രേറ്റർ ദാൻ 0യും എഫ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0യും വരുമ്പോൾ എഫ് ഹാസ് എന്താ വരുന്നത്? എഫ് ഹാസ് റിലേറ്റീവ് മിനിമം അറ്റ് 1,1. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് -1 അറ്റ് -1 അതിൽ നമ്മൾ എന്താ? എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12x². അപ്പൊ എക്സിന്റെ അവിടെ -1 കൊടുക്കുമ്പോൾ അതും 12 ആ കിട്ടുന്നത്. എഫ് വൈ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12y². അപ്പൊ എക്സിന്റെ അവിടെ വൈന്റെ അവിടെ -1 കൊടുത്താലും നമുക്ക് എന്താ കിട്ടുന്നത്? 12 തന്നെയല്ലേ കിട്ടുന്നേ. എഫ് എക്സ് വൈ എന്താടാ? -4 അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുന്നു? എഫ് എക്സ് എക്സ് ഓഫ് -1 ഇൻറ്റു എഫ് വൈ വൈ ഓഫ് -1 മൈനസ് എഫ് എക്സ് വൈ ഓഫ് -1 സ്ക്വയർ. ഓക്കെ അല്ലേ. 12 -4 സ്ക്വയർ -4 സ്ക്വയർ ആണ്. അപ്പോൾ 12 ഇൻറ്റു 12 -4 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടുന്നു? 12 ഇൻറ്റു 12 എത്താ? 144 -4 സ്ക്വയർ എത്ര? +16.
ഇപ്പം എന്ത് കിട്ടുന്നു? 128 എന്ന് കിട്ടുന്നു. ഇതും d ഗ്രേറ്റർ ദാൻ 0 ആണ്. fxx എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇതും ലൊക്കേറ്റ് എന്താ ലോക്കൽ f has relative minimum at -, -1. ഓക്കെ ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് ലോക്കൽ അപ്രോക്സിമേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ എ പാർട്ട്, അതായത് ഫൈൻഡ്, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ അല്ല കേട്ടോ ഞാൻ ഇടുന്നത്, ഞാൻ പാർട്ട് ബിയിലെ മൊഡ്യൂൾ 1 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, അങ്ങനെയാണേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേറെയാണെന്ന് പറയല്ലേ. ഞാൻ മൊഡ്യൂൾ 1 പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസിലെ രണ്ടാമത്തെ പാർട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻഡ് ദ ലീനിയറൈസേഷൻ ഓഫ് ദ ഫംഗ്ഷൻ f of xy is equal to x square minus xy plus y square by 2 plus 3 at the point 3,2. ഇത് 4 മാർക്കിന് ചോദിച്ചാണ്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നേ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ലോക്കൽ, ഇത് ലീനിയറൈസേഷൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ കേട്ടോ. ഇപ്പോൾ എൽ ഓഫ് എക്സ് വൈ ഇസഡ് എന്താ? എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇവിടെ നമ്മൾ എക്സും വൈയും അല്ലേ ഉള്ളൂ, അപ്പോൾ എക്സ് വൈ മാത്രം മതി കേട്ടോ, എക്സ് വൈ കോർഡിനേറ്റിൽ മതിയേ. എൽ ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് ഐ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട്. ഇതാണ് നമ്മുടെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ആണ് ഈ 3,2 എന്ന് തന്നേക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഓൾറെഡി നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ബൈ 2 പ്ലസ് 3 ആണ്. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് എഫ് എക്സ് കാണണം, എഫ് ഐ കാണണം, എന്നിട്ട് ഈ 3,2 പോയിന്റ് കൊടുക്കണം. എന്നിട്ട് ഫംഗ്ഷനകത്ത് ഡയറക്റ്റ് നമ്മൾ ആദ്യം നമുക്കത് കാണാം. എഫ് ഓഫ് 3,2 എന്ന് കൊടുത്തേ, എക്സിൻ്റെ അവിടെ 3യും വൈയുടെ അവിടെ 2വും കൊടുക്കുക. അപ്പോൾ 3 സ്ക്വയർ 9 മൈനസ് 3 × 2 6 പ്ലസ് വൈ സ്ക്വയർ എന്താ 4/2 പ്ലസ് 3. ഇപ്പം എന്ത് കിട്ടുന്നു? 9 മൈനസ് 6 3 പ്ലസ് 4/2 2 അല്ലേ, പ്ലസ് 3. അപ്പോൾ എന്ത് കിട്ടുന്നു? 6 8. ഓക്കെ, ഇനി എഫ് എക്സ് എന്താ? എഫ് എക്സ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? 2x മൈനസ് വൈ അല്ലേ, 2x മൈനസ് വൈ. എഫ് ഓഫ് എക്സ് വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുന്നു. അപ്പോൾ എഫ് എക്സ് ഓഫ് 3,2 പോയിന്റ് 3,2 ഇതിനകത്ത് കൊടുക്കുമ്പോൾ എക്സിൻ്റെ അവിടെ 3യും വൈയുടെ അവിടെ ഇത് എക്സ് ആണ്, വൈയുടെ അവിടെ 2വും കൊടുക്കുമ്പോൾ 2 × 3 6 6 മൈനസ് 2 4. ഇനി എഫ് ഐ ഓഫ് എക്സ് കോമ വൈ എന്താ കിട്ടുന്നത്? എഫ് ഓഫ് എക്സ് വൈനെ വിത്ത് റെസ്പെക്ട് വൈയിൽ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 ആവും, മൈനസ് എക്സ് വൈ അല്ലേ, അപ്പോൾ മൈനസ് എക്സ് വരും, വൈൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, പ്ലസ് 1/2 ഇൻറ്റു വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2y ആണ്. ഈ 2 × 2 വെട്ടിപ്പോയി, മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടുന്നു, മൈനസ് എക്സ് പ്ലസ് വൈ. അപ്പോൾ എഫ് ഐ ഓഫ് 3,2 എന്ത് കിട്ടുന്നു? എക്സിൻ്റെ അവിടെ 3യും വൈയുടെ അവിടെ 2വും കൊടുക്കുമ്പോൾ -3 + 2
-1 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷന്റെ ആ ഒരു ഇക്വേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ L of xy is equal to നമുക്ക് എന്താ കിട്ടുന്നത്? f of 3,2 പ്ലസ് fx of 3,2 ഇൻറ്റു x മൈനസ് എക്സ് നോട്ട് ആണ് 3 പ്ലസ് fi of 3,2 മൈനസ് y നോട്ട് ആണ് 2 വിച്ച് ഇസ് ഈക്വൽ ടു f of 3,2 നമ്മൾ മോളിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതേണ്ടേ നോക്കൂ, എന്ത് 8 പ്ലസ് fx വേണ്ടേ 4 4 ഇൻറ്റു എക്സ് മൈനസ് 3 പ്ലസ് ഇതെന്താ -1 അല്ലേ, -1 ഇൻറ്റു y മൈനസ് 2. ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ആക്കണേ. അപ്പോൾ 8 പ്ലസ് 4x മൈനസ് 12 മൈനസ് y പ്ലസ് 2. 8ഉം 2ഉം 10. അപ്പോൾ 10 മൈനസ് 12 എന്താ -2 അല്ലേ. അപ്പോൾ ആൻസർ എന്ത് കിട്ടുന്നു? 4x മൈനസ് y മൈനസ് 2 എന്ന് കിട്ടുന്നു ആൻസർ. ഇത് എക്സ് ആണേ. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത് നമ്മുടെ പാർട്ട് ബിയിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഓക്കെ, 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ട് ബി 5 മാർക്കേ. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫൈൻഡ് ദ shortest distance from the point 1, 0, -2 to the plane x is equal to 2y plus z is equal to 4. ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് 5 മാർക്കിന് ചോദിച്ചതാണേ. ഇവിടെ തന്നേക്കുന്ന നമ്മൾ ഈ 2yനെയും പ്ലസ് ഇസഡിനെ അപ്പുറത്തോട്ട് കൊണ്ടുവയ്ക്കുക. അപ്പോൾ x മൈനസ് 2y ഇവിടെ ഒരു പ്ലസ് ആയിരുന്നു വരേണ്ടിയിരുന്നത്, അവർ ഈക്വൽ എന്ന് ഇട്ടേക്കുന്നത്. അപ്പോൾ x മൈനസ് 2y മൈനസ് ഇസഡ് ഈസ് ഈക്വൽ 4 എന്നായി മാറുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഫോർമുല എന്താ? d ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x മൈനസ് എക്സ് നോട്ടിൻ്റെ സ്ക്വയർ പ്ലസ് y മൈനസ് y നോട്ടിൻ്റെ സ്ക്വയർ പ്ലസ് z മൈനസ് z നോട്ടിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇതിനകത്ത് ഈ എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല. അതാണ് ഇതിൻ്റെ ഈ പോയിന്റ്. ഇതാണ് എക്സ് നോട്ട്, ഇതാണ് വൈ നോട്ട്, ഇതാണ് ഇസഡ് നോട്ട്. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം കൊടുക്കുവാണേ. എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അപ്പോൾ എക്സ് മൈനസ് 1ൻ്റെ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് 0. അപ്പോൾ വൈ മൈനസ് 0ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ പ്ലസ് അടുത്ത ഇസഡ് മൈനസ് -2. അപ്പോൾ ഇസഡ് പ്ലസ് 2ൻ്റെ സ്ക്വയർ. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഇനി ഞാൻ ഈ റൂട്ട് മാറ്റാനായിട്ട് സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഡി സ്ക്വയർ ആവും. ആ ഡി സ്ക്വയറിനെ ഞാൻ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് ഞാൻ വിളിക്കുന്നത്. എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് മൈനസ് 1ൻ്റെ സ്ക്വയർ പ്ലസ് വൈൻ്റെ സ്ക്വയർ പ്ലസ് ഇസഡ് പ്ലസ് 2ൻ്റെ സ്ക്വയർ എന്നാണ്. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ ആണത്. എഫ് ഓഫ് എക്സ് വൈ ഇസഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്ന ആ ഒരു പ്ലെയിനില്ലേ, ആ പ്ലെയിന് ജി ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ഇതിലോട്ട് നമ്മൾ പേര് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോമിലോട്ട് ആക്കുവാണേ. ഇപ്പം ഞാൻ ഈ ബോക്സ് ചെയ്ത് വെച്ചേക്കുന്നത് എന്താ? നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്നത് നമ്മൾ എഴുതിയേക്കുന്നത് ഇപ്പോൾ എക്സ് മൈനസ് 2y മൈനസ് ഇസഡ് ഇസ് ഈക്വൽ ടു 4 എന്നല്ലേ. ഈ 4നെയും കൂടെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എനിക്ക് എന്താവുന്നു? എക്സ് മൈനസ് 2y മൈനസ് ഇസഡ് -4 എന്നാവുന്നു. ഇതിനെ ഞാൻ ജി ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നതായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ജി ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് മൈനസ് 2y മൈനസ് ഇസഡ് -4 എന്നായി മാറുന്നു. ഇനി ഞാൻ നമ്മുടെ ഇക്വേഷൻ ഉണ്ട്. എഫ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് പ്ലസ് ലാംഡ ഇൻറ്റു ജി ഓഫ് എക്സ് വൈ ഇസഡ് ആണ്. സോൾവ് ചെയ്താൽ മതി. എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്താ? മോളിൽ എഴുതി വെച്ചിട്ടുണ്ട്.
എക്സ് മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് പ്ലസ് ടുവിൻ്റെ സ്ക്വയർ പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് മൈനസ് 2y മൈനസ് ഇസഡ് മൈനസ് 4. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ ഇസഡ്. ഇനി ഇതിനെ നമ്മൾ ഡോ എഫ് ബൈ ഡോ എക്സ് കാണണം, ഡോ എഫ് ബൈ ഡോ വൈ കാണണം, ഡോ എഫ് ബൈ ഡോ ഇസഡ് കാണണം. എന്നിട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും ഇക്വേഷൻസ് ഫോം ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ചെയ്യുന്നു, ഡോ എഫ് ബൈ ഡോ എക്സ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തേ. അപ്പോൾ ഫസ്റ്റ് എക്സിൻ്റെ ടൈം എന്താ? എക്സ് മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2 ഇൻറ്റു എക്സ് മൈനസ് 1. അടുത്തെല്ലാം 0 ആയി പോകും. പിന്നെ വേണ്ട കണ്ടോ, ഇവിടെ കണ്ടോ ഒരു എക്സ് ഉണ്ടല്ലേ? ഈ ലാംഡേനെ അകത്തോട്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ലാംഡ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ലാംഡയിലെ വരുന്നത് പ്ലസ് ലാംഡ. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിച്ചേ. അതപ്പോൾ ഫസ്റ്റ് ടൈമിൻ്റെ ഡെറിവേറ്റീവ് 0 ആവും. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y വന്നു. 2y പ്ലസ് ഇത് കണ്ടോ, ലാംഡേനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2y ലാംഡ. അപ്പം അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് 2 ലാംഡ എന്നാണ് കിട്ടുന്നല്ലേ? ഓക്കെ. ഇനി അടുത്തത് ഡോ എഫ് ബൈ ഡോ ഇസഡ് ചെയ്യുന്നു. ഇത് വരുമ്പോഴത്തേക്ക് ഇത് ആദ്യത്തെ 0 ആയി പോകും. 2 ഇൻറ്റു ഇസഡ് പ്ലസ് 2 മൈനസ് എന്ത് കിട്ടുന്നു? മൈനസ് ലാംഡ എന്ന് കിട്ടുന്നു അല്ലേ? മൈനസ് ലാംഡ എന്ന് കിട്ടുന്നു. ഓക്കെ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ വൈയുടെ ഇസഡിൻ്റെ വാല്യൂ കിട്ടണ്ടേ? അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഇതിനെ ഡോ എഫ് ബൈ ഡോ എക്സിന് 0 ആയിട്ട് ടിക്കറ്റ് ചെയ്ത് സോൾവ്. അപ്പോൾ 2 ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് ലാംഡ ഇസിക്കൽ 0 സോൾവ് ചെയ്യുമ്പോൾ 2x മൈനസ് 2 പ്ലസ് ലാംഡ ഇസിക്കൽ 0. ഇതിൽ നിന്ന് എക്സിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്തേ. അപ്പോൾ 2x ഇസിക്കൽ ടു 2 മൈനസ് ലാംഡ എന്നാകുന്നു. അതായത് ഈ മൈനസ് 2ഉം ലാംഡയും റൈറ്റിലോട്ട് പോയപ്പോൾ 2 മൈനസ് ലാംഡ ആയി. അപ്പോൾ എക്സ് ഇസിക്കൽ എന്ത് കിട്ടുന്നു? എക്സ് ഇസിക്കൽ ടു 2 മൈനസ് ലാംഡ ബൈ 2 എന്ന് കിട്ടുന്നു. ഇതേപോലെ തന്നെ ഇവിടെയും ഡോ എഫ് ബൈ ഡോ വൈനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ 2y മൈനസ് 2 ലാംഡ ഇസിക്കൽ 0 എന്ന് കിട്ടുന്നു. അപ്പോൾ 2y ഇസിക്കൽ ടു 2 ലാംഡ എന്ന് കിട്ടുന്നു. y ഇസിക്കൽ ടു ലാംഡ എന്ന് കിട്ടുന്നു. ഓക്കെ. അടുത്തത് ഇതേപോലെ തന്നെ ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇസിക്കൽ 0. അപ്പോൾ 2 ഇൻറ്റു ഇസഡ് പ്ലസ് 2 മൈനസ് ലാംഡ ഇസിക്കൽ 0. അപ്പോൾ 2z പ്ലസ് 4 മൈനസ് ലാംഡ ഇസിക്കൽ 0. ഇവിടെ നിന്നും ഇസഡ് ഇസിക്കൽ നമുക്ക് എന്ത് കിട്ടുന്നു? ലാംഡ മൈനസ് 4 ബൈ 2 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? എക്സ് കിട്ടി, വൈ കിട്ടി, ഇസഡ് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അവിടെ തന്നിട്ടുണ്ടായിരുന്ന പ്ലെയിൻ ഇല്ലായിരുന്നു. ആ പ്ലെയിനിലോട്ട് ഇതെല്ലാം കൊടുത്ത് സോൾവ് ചെയ്താൽ മതി. നമ്മുടെ പ്ലെയിൻ എന്തായിരുന്നു? എക്സ് മൈനസ് 2y മൈനസ് ഇസഡ് ഇസിക്കൽ 4 അല്ലേ? ഇതിനകത്തോട്ട് നമുക്ക് കിട്ടിയേക്കുന്ന എക്സിൻ്റെ വാല്യൂ കൊടുക്കണം. നമുക്ക് കിട്ടിയേക്കുന്ന എക്സിൻ്റെ വാല്യൂ എന്താ? ഇതാണ്. അപ്പോൾ കൊടുത്തേ. 2 മൈനസ് ലാംഡ ബൈ 2 മൈനസ് 2 ഇൻറ്റു വൈ എന്താണ്? ലാംഡ. അപ്പോൾ മൈനസ് 2 ലാംഡ മൈനസ് ഇസഡ് എന്താ? 4 മൈനസ് ലാംഡ ബൈ 2 ഈസ് ഈക്വൽ ടു 4. സോൾവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ആദ്യത്തേതിൻ്റെ ഡിനോമിനേറ്റർ മൂന്നാമത്തേതിൻ്റെ ബൈ 2 ഉണ്ട്. അപ്പോൾ രണ്ടാമത്തേതിൽ നമ്മൾ ഒരു 2 മുകളിലും ഒരു 2 താഴെയും മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പോൾ മുകളിലപ്പോൾ എന്ത് കിട്ടുന്നു? മുകളിലപ്പോൾ 4 ലാംഡ എന്ന് കിട്ടുന്നു. ഒരു സെക്കൻഡ്, ഇവിടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു 2 താഴെ ഡിവൈഡും ചെയ്യുന്നു. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് 4 ലാംഡ എന്ന് കിട്ടുന്നു. മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ മൈനസ് 4 പ്ലസ് ലാംഡ ഡിവൈഡഡ് ബൈ 2 എന്നായി. ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയി. ഓക്കെ അല്ലേ? ഒരു സെക്കൻഡ്, ഞാൻ ഇത് തിരിച്ചെഴുതിയില്ല. ഇസഡ് ലാംഡ മൈനസ് 4 ബൈ 2 ആയിരുന്നു. സോറി. അപ്പോൾ ഇതൊന്ന് തിരിച്ചേക്കെ. ഇസഡ് എന്ന് പറയുന്നത് ലാംഡ മൈനസ് 4 ബൈ 2 ആണേ. ഒന്നുകൂടെ ഞാൻ എഴുതാം. ഇതേ നോക്കൂ, എക്സ് എന്തായിരുന്നു?
2 മൈനസ് ലാംഡ ബൈ 2 ആണ്. മൈനസ് 2 ഇൻറ്റു വൈ എന്താ ലാംഡയാണ്, മൈനസ് ഇസഡ് എന്താ ലാംഡ മൈനസ് 4 ബൈ 2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 4. ഇവിടെ ഡിനോമിനേറ്റർ ഒന്നാമത്തെ മൂന്നാമത്തെ ഡിനോമിനേറ്റർ 2 ഉണ്ട്, രണ്ടാമത്തേതിനകത്ത് ഡിനോമിനേറ്റർ 2 ഇല്ല. അപ്പോൾ നമ്മളൊരു 2 മുകളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താകുന്നു 2 മൈനസ് ലാംഡ. അപ്പോൾ ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ലാംഡ ഇൻറ്റു 2 4 ലാംഡ ആയി. ബ്രാക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ മൈനസ് ലാംഡ പ്ലസ് 4, ഡിനോമിനേറ്ററിലെല്ലാം 4 ആയി, സോറി 4 അല്ല 2 ആയി മാറും, വിച്ച് ഇസ് ഈക്വൽ ടു 4. സോൾവ് ചെയ്യുന്നു. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, ഈ 2നെ നമ്മൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ത് കിട്ടുന്നു, 2m പ്ലസ് 4, 2 പ്ലസ് 4 എന്താണ് 6 ആണ്. ഇത് കണ്ടോ, മൈനസ് ലാംഡ മൈനസ് 4 ലാംഡ മൈനസ് ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ലാംഡയും മൈനസ് 4 ലാംഡയും കൂടെ എന്താകുന്നു മൈനസ് 5 ലാംഡ ആണ്. മൈനസ് 5 ലാംഡയും മൈനസ് ലാംഡയും കൂടെ എന്താകുന്നു മൈനസ് 6 ലാംഡ ആണ്. മൈനസ് 6 ലാംഡ ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടുന്നു. ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ച്, അപ്പോൾ മൈനസ് 6 ലാംഡ ഇസ് ഈക്വൽ ടു 8 മൈനസ് 6 എന്ന് കിട്ടുന്നു, വിച്ച് ഇംപ്ലൈസ് മൈനസ് 6 ലാംഡ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ലാംഡ ഇസ് ഈക്വൽ ടു മൈനസ് 2/6 എന്ന് കിട്ടുന്നു. നമുക്ക് അപ്പോൾ വെട്ടാം. ഈ 2ഉം ഇവിടുത്തെ 6ഉം കൂടെ വെട്ടി ഇവിടെ 3 വന്നല്ലേ. അപ്പോൾ നമുക്ക് ലാംഡ എന്ത് കിട്ടുന്നു, മൈനസ് 1/3. ഓക്കെ അല്ലേ, ലാംഡ മൈനസ് 1/3 കിട്ടി. ഇനി നമുക്ക് നമ്മുടെ എക്സിനകത്ത് വൈയുടെ അകത്തെയും ഇസഡിന്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക. എക്സ് എന്തായിരുന്നു നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നത്, എക്സ് ലാംഡയുടെ വാല്യൂ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എക്സ് എന്തായിരുന്നു 2 മൈനസ് ലാംഡ ബൈ 2 അല്ലേ. അപ്പോൾ ലാംഡയുടെ അവിടെ മൈനസ് 1/3 കൊടുക്കുക. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 2 മൈനസ് 1/3 അപ്പോൾ പ്ലസ് 1/3 ആവും, ഡിവൈഡഡ് ബൈ 2. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു, 2 × 3 6, 6 പ്ലസ് 1 7, 7/6, 7/6 എന്ന് കിട്ടുന്നു. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, വൈ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, ലാംഡ തന്നെ ആയിരുന്നു അല്ലേ. അപ്പോൾ വൈ ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടുന്നു, വൈ ഈസ് ഈക്വൽ ടു ലാംഡ ഇപ്പോൾ മൈനസ് 1/3 അല്ലേ കിട്ടും. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു മൈനസ് 1/3 തന്നെ കിട്ടും. ഇസഡ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ മൈനസ് 4/2 അല്ലായിരുന്നു. ലാംഡയുടെ അവിടെ നമ്മൾ മൈനസ് 1/3 കൊടുക്കണം. അപ്പോൾ മൈനസ് 1/3 മൈനസ് 4/2 എന്ത് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 -12, ഇപ്പോൾ -1 -12 -13/6. അപ്പോൾ എക്സ് കിട്ടി, വൈ കിട്ടി, ഇസഡ് കിട്ടി, എല്ലാം കിട്ടിയിട്ടാണ്. നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഫോർമുല എന്തായിരുന്നു, തുടക്കത്തിൽ എഴുതിയത് ഡി ഈസ് ഈക്വൽ ടു √(x - x0)ന്റെ വാല്യൂ എന്തായിരുന്നു 1. അപ്പോൾ x - 1ന്റെ സ്ക്വയർ പ്ലസ് അടുത്ത വൈൻ്റെ സ്ക്വയർ പ്ലസ് ഇസഡ് പ്ലസ് 2ന്റെ സ്ക്വയർ അല്ലായിരുന്നു. അപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്ന എക്സിന്റെ വൈയുടെ ഇസഡിന്റെ വാല്യൂ ഇതിനകത്ത് കൊടുത്താൽ മതി. എക്സിന്റെ വാല്യൂ എന്തായിരുന്നു 7/6 അല്ലേ. അപ്പോൾ റൂട്ടിനകത്ത് 7/6 - 1ന്റെ സ്ക്വയർ പ്ലസ് അടുത്തത് -1/3ന്റെ സ്ക്വയർ പ്ലസ് അടുത്തത് -13/6 പ്ലസ് 2 ഹോൾ സ്ക്വയർ. അതാണ് സംഭവം. ഇത് സോൾവ് ചെയ്താൽ മതിയേ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് നിങ്ങൾ ചെയ്തോളുമല്ലോ. ഇതെന്ത് കിട്ടുന്നു 1/6ന്റെ സ്ക്വയർ പ്ലസ് ഇതെന്ത് കിട്ടുന്നു -1/3ന്റെ സ്ക്വയർ പ്ലസ് ഇതെന്ത് കിട്ടുന്നു 12 -1/6ന്റെ സ്ക്വയർ. ബിജി നമുക്ക് എന്ത് കിട്ടുന്നു 1/36. ഇത് കണ്ടോ 1/9 പ്ലസ് 1/36. ഈ രണ്ടാമത്തെ ടേമിന്റെ ഡിനോമിനേറ്ററിൽ 36 ആക്കാൻ ഒരു 4 കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്തു, ഒരു 4 മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, റൂട്ടിനകത്ത് 1 + 4 + ഡിനോമിനേറ്റർ സെയിം ആയില്ലേ, 1 + 4 + 1 ഡിവൈഡഡ് ബൈ 36. അപ്പോൾ എന്ത് കിട്ടുന്നു, റൂട്ടിനകത്ത് 6/36 എന്ന് കിട്ടുന്നു. ഇതിനകത്ത് തന്നെ നമുക്ക് സോൾവ് ചെയ്യാം. 6/36 എന്താ 6 × 6 അല്ലേ.
ഇപ്പോൾ ഒരു 6ഉം ഇവിടുത്തെ മുകളിലത്തെ 6ഉം ഒരു താഴത്തെ 6ഉം പറ്റിപ്പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 1/√6 എന്ന് കിട്ടുന്നു. ഓക്കെ അല്ലേ? ഇതാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നേ. പക്ഷേ ഇത് നമ്മുടെ സിലബസിനകത്ത് വലുതായിട്ടൊന്നും പറയുന്നൊന്നും ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ചിലപ്പോൾ നമ്മുടെ പരീക്ഷയിൽ തന്നെ ഈ വരുന്ന പരീക്ഷയിൽ വേണേൽ ചോദിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ മൊഡ്യൂൾ 1-നകത്ത് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ ചെയ്ത് പഠിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനകത്ത് നമ്മുടെ KTU റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതുകൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.